7, 8 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്, സാറേ മോൾക്കൊരു കൗൺസിലിംഗ് വേണം, മോനൊരു കൗൺസിലിംഗ് വേണം. സത്യം പറഞ്ഞാൽ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ അതൊരു ബാല്യമാണ്. അത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാണെങ്കിൽ പോലും മാതാപിതാക്കളാണ് ആദ്യം കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ എടുക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കൾ കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ കൃത്യമായിട്ട് അത്തരം ഒരു സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മാതാപിതാക്കളിലൂടെ ആ കുട്ടിയെ കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുകയും ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടാകുകയും ചെയ്യും. അല്ലാതെ കുട്ടിയെ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ മോശമായ വളരെ ഒരു ബാഡ് മാനേഴ്സാണെന്ന് തന്നെ പറയും. കാരണം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല പേരൻറ്റിങ് എന്ന് പറയുന്നത്. പേരൻ്റ് ഓർഗനൈസ്ഡായി കുട്ടിയെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റോ ഡോക്ടറോ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് കുട്ടിയെ കാണണം, കുട്ടിക്ക് ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം കുട്ടിയെ അവിടെ എക്സ്പോസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുട്ടികളെ ഒരിക്കലും അപരിചിതരുടെ ലോകത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, അവർക്കൊരു സംശയം ഉണ്ടാക്കിക്കാതിരിക്കുക, അവർക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അവരെ മനസ്സിലാക്കിച്ച് കൊടുക്കാതിരിക്കുക, മാതാപിതാക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കുട്ടികളെ രക്ഷപ്പെടുത്തുക. ഓക്കെ.